എവിടെ പോയി? ഞങ്ങളൊന്ന് ജുവലറി ഷോപ്പിൽ പോയതാച്ചാ. അസത്തെ ഞാനൊന്ന് കണ്ണടച്ചപ്പോഴേക്കും അതിലേ കിടക്കുന്നോടി. ശരിപ്പെടുത്തി കളയുന്ന ഞാൻ. സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ അടുത്ത് വില നടക്കരുത്. ഇവിടെ നോക്കിയാൻ പ്രേം നസീറും ഉമ്മറും MG സോമനും അടൂർ ഭാസിയും ശ്രീമാൻ ശങ്കരാടിയും അഭിനയിച്ച പടങ്ങൾ ഞാനിവിടെ ഓട്ടിയിട്ടുള്ളവനാ. വില്ലനാരാ നായകനാരാന്നൊക്കെ എനിക്ക് തിരിച്ചറിയാം. സാർ, ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചു. എന്ത് വന്നാലും ഞാൻ കാലു മാറില്ല. എങ്കിൽ ഒട്ടനെ കല്യാണം നടത്തണം. അതിപ്പോ കണ്ട വിൽക്കുന്നത് കണ്ടോ? രാധേട്ടാ, ഈ കല്യാണം ഉടനെ നടത്തിയില്ലെങ്കിൽ അച്ഛൻ ഒരു സൗകര്യവും തരത്തില്ല. എന്റെ അച്ഛൻ വലിയ മുൻകോപിയാണ്. പെട്ടെന്ന് നിങ്ങളെയും കൊണ്ട് കയറി ചെന്നാൽ ഇപ്പൊ എങ്ങനെയാ? ഞാനൊരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ നാട്ടിലൊരു മുസാവരി ബംഗ്ലാവുണ്ട്. നിങ്ങളെ അവിടെ താമസിപ്പിക്കാം. എന്നിട്ട് സാവധാനം അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ വിവാഹം നടത്താം. അപ്പൊ എപ്പോഴാ പുറപ്പെടുന്നത്? അത് പിന്നെ നാളെ തന്നെ പോവാം. ഇതാണോ നിങ്ങളുടെ മുസാവരി ബംഗ്ലാവ്? അയ്യോ, ഇത് കണ്ടിട്ട് കാർ ഷെഡ് പോലെ ഉണ്ടല്ലോ. ഈ ഗ്രാമപ്രദേശത്ത് ഇതിക്കുള്ള എന്തൊരു സൗകര്യമാണ്. പോലെ മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഈ പെട്ടിയൊക്കെ അകത്തോട്ടേക്ക്. അപ്പോ നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിക്കുക. ഞാൻ വീട് വരെ ഒന്ന് പോയി ഒറ്റ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വരാം. വീട് ഇവിടെ എവിടെ? ഇവിടെ അടുത്താ. പിന്നെ ഈ കാണുന്ന പാടമൊക്കെ ഞങ്ങളുടെയാണ്. ഈ പാടം മുഴുക്ക നിങ്ങളുടെയാണ്? അതെ, 1000 പറയാം. 1000 പറയാം. എന്നാലേ നിന്റെ അച്ഛന് സ്വല്പം മുൻകോപം ഉണ്ടെങ്കിലും വിരോധമില്ല. നീ അവിടെ ചെന്ന് വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കരുത്. ഒരു മയത്തി പിടിച്ചാ മതി. അപ്പോ ഞാൻ വീട്ടിലോട്ട് പോയി വരാം. മോളെ, നീ ഭാഗ്യവതിയാ. പിടിച്ചത് പുളിങ്കൊമ്പേ തന്നെയാ. എന്താ? എന്ത് വേണം? അയ്യോ, ഞാൻ കിടാവിന്റെ പേരാണ് വിളിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. ഓടുന്ന ഓട്ടം കണ്ടോ? മഹാകുസൃതിയാണ്. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. ചേച്ചി ചേച്ചി, രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ, എന്റെ പിറന്നാളുണ്ണ ഓടി എത്തിയതായിരിക്കും. ഗീതി, ഗോപിയേട്ട കിടാവിനെ പിടിച്ചോണ്ട് വരുമ്പോ അതിനെ മേടിച്ച് തൊഴുത്ത് കൊണ്ടേ കെട്ടിയേ. ആ, ഏതായാലും കൃത്യമായിട്ട് കുഞ്ഞ് സമയത്ത് തന്നെ വന്നു കളഞ്ഞല്ലോ. അടുത്തവണ വരുമ്പോ എനിക്ക് ഇതുപോലെ കുപ്പായം മാറ്റോണ്ട് വരണം. ചേട്ടാ, ചേട്ടൻ വന്നെന്ന് ഗീത പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗീതയിലെ 12ാം ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്, പരിത്രാണായ രാധിക വിനാശായ ജ്യേഷ്ഠത തക്ക സമയത്ത് ആകെ. മതി മതി മതി, കുറിപ്പേട്ടൻ കളിയാക്കൊന്നും വേണ്ട. ആദ്യ ചേട്ടനെന്ന് എന്നെ പിറന്നാളെന്ന് എങ്ങനെ അറിഞ്ഞു? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോ? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോന്നാണ്. അവിടെ സ്വിച്ച് ജനം അമർത്തിയാ മതി. ഗ്രഹനില വരെ ഇങ്ങനെ ചെവരിൽ വന്നങ്ങ് തെളിഞ്ഞു നിൽക്കും. കുഞ്ഞ് കിണ്ണാരം ചോദിക്കാതെ ഇദ്ദേഹത്തിനെ വിളിച്ചോണ്ട് ചോറ് കൊടുത്താട്ടെ. ചേട്ടൻ കുടിച്ചോ? അയ്യോ, ഭക്ഷണത്തിൽ കുളിയില്ല, ബാത്തല്ല ഉള്ളൂ. ചേട്ടൻ കൈ കഴുകി വന്നാട്ടെ, ഞാൻ ചോറ് വിളമ്പാം. അല്ലേ, സദ്യ ഉണ്ടാൻ വന്നാലും പിന്നെ ചിരിക്കാതെ ഒപ്പാരി വെച്ച് കരയണോ? എന്റെ പേരൊന്ന് ചതഞ്ഞു. വെള്ളം എവിടെ കൊണ്ടുപോയിട്ടു? അത് താൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താണ്. എന്റെ കൈ കൊണ്ട് ഉണ്ണാൻ വയ്യ. എന്റെ സദ്യയുടെ വീതം കൂടെ താനൊന്ന് ഉണ്ട് തരണം. അതിനെന്താ, ഇടത്തെ കൈ കൊണ്ട് ഉണ്ടാവല്ലോ. അയ്യോ, ഇടത്തെ കൈ ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? അയ്യോ, രാധേ കുഞ്ഞിന്റെ പൊന്നാസത്തേക്ക് പണികൃത്യം ക്ഷണിച്ചു വരുത്തിയിരിക്കുക. അച്ഛൻ ഈ പതിവൊന്നും ഇതുവരെ നിർത്തിയില്ലേ? ഇതെന്താ വീടോ അതോ അമ്പലത്തിലെ ഊട്ടുവര്? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക. ചടഞ്ഞ് കെട്ടിയെങ്കിൽ പോരും. സദ്യ ഉണ്ണാൻ ചിലവൊന്നുമില്ലല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി ഈ വീട്ടിലെ നെല്ല് മുഴുവൻ തീർക്കും. ബാക്കിയുള്ള 100 രൂപ കൂടുതൽ ചെലവാക്കിയാൽ മതി. വിമർശനമായി. നീ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. എടാ മോനെ, നിന്നെ ഞാൻ കോളേജിൽ അയച്ചത് ഡിഗ്രി കൂട്ടിച്ചേർത്ത് പേര് വലുതാക്കാനല്ല, നിന്റെ മനസ്സ് വലുതാക്കാനാണ്. അച്ഛാ, ഞാൻ പറഞ്ഞത് മകതിൽ കേട്ടവൻ. നിങ്ങൾ വരും. ആരും ധൃതി കൂട്ടണ്ട. നീ 4 കൂട്ടം പ്രസവം കൂടെ ഉണ്ട്. ഗോപി ഏതുവരെ പഠിച്ചു? വലിയ പഠിപ്പൊന്നുമില്ല. SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ മരിച്ചു. അതോടുകൂടി എന്റെ പഠിപ്പും തീർന്നു. അധികം പഠിക്കാത്തത് തന്നെയാ നല്ലത്. ഇക്കാലത്ത് പഠിക്കും തോറും അവീതം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അയ്യോ, അങ്ങനെയല്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യരോട് മര്യാദയായിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവന്റെ പഠിത്തം കൊണ്ട്
ആർക്കെന്താ പ്രയോജനം? രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടാണോ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എന്റെ മകൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവന് വേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങല്ലേ ഞങ്ങൾ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത്, രാധാകൃഷ്ണൻ അല്ലല്ലോ. രാധാകൃഷ്ണന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് അങ്ങേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? വിവരമില്ലാതെ ആ കുഞ്ഞ് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഉണ്ടാവും.